പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. ശ്യാമുമായുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യം അറിയാൻ ഇടയാകുന്നത് തിരിച്ചടിയായിരിക്കുകയാണ് അശ്വിന്. താൻ സ്നേഹിച്ച പെൺകുട്ടി ഒരു ചതിച്ചിയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അശ്വിൻ, ഇതേ തുടർന്ന് അവൾ തൻ്റെ ചേച്ചിയുടെ ജീവിതമാണ് തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിൽ കരുതുകയും ചെയ്യുന്നു. തൻ്റെ കുടുംബത്തെ തൊട്ട് കളിക്കാൻ ആരെയും അനുവദിക്കുകയില്ല. ശ്യാമിനെ തട്ടിയെടുക്കുന്നതിന് വേണ്ടി അവൾ ശ്രമിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ തനിക്ക് സാധിക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കുന്ന അശ്വിൻ ഇതേ തുടർന്ന് ശ്രുതിയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. അശ്വിൻ സാർ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ശ്രുതി പറയുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന്, നീ എന്നോട് ഒന്നും തന്നെ പറയേണ്ടതില്ല, എനിക്ക് എല്ലാം മനസ്സിലായി, ഇനി ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ ദേഷ്യപ്പെടുകയാണ്. ഇത് കണ്ട് ശ്രുതിയാകെ ഞെട്ടിപ്പോകുന്നു. ഞാൻ ഒരു കാര്യം നിന്നോട് വ്യക്തമാക്കാനാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. നീയും ശ്യാമുമായുള്ള ബന്ധത്തെ പറ്റി ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അപ്രതീക്ഷിതമായ അശ്വിൻ്റെ ഈ വാക്കുകൾ ശ്രുതിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ ശ്രുതിയോട്, ഇനി ഞാൻ പറയുന്നത് പോലെ നിനക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നിന്നെ പോലെയുള്ള പെൺപിള്ളേരെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാമെന്ന് വ്യക്തമാക്കുകയാണ് അശ്വിൻ. ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോകുന്ന ശ്രുതി, അശ്വിൻ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇതോടെ, അശ്വിൻ സാർ, കാര്യങ്ങൾ അശ്വിൻ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന്, ഇനി നീ ഒന്നും പറയേണ്ടതില്ല, കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുക, നീ അനുസരിച്ചാൽ മാത്രം മതി, നിനക്ക് അതിനുള്ള അവകാശം മാത്രമേ ഞാൻ തരുന്നുള്ളൂ എന്ന് പറയുന്ന അശ്വിൻ, നിന്റെ ചേച്ചിയുടെ വിവാഹം നടക്കണമെങ്കിൽ നീ എന്നെ വിവാഹം കഴിക്കണം, അതും ഞാൻ പറയുന്ന സ്ഥലത്ത് വന്ന്. അപ്രതീക്ഷിതമായ ഈ കണ്ടീഷൻ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ശ്രുതിയെ ആകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് അശ്വിൻ സാർ പറയുന്നത് എന്ന് ശ്രുതി ചോദിച്ചതിനെ തുടർന്ന്, നിന്റെ ചേച്ചിയുടെ കല്യാണം മുടക്കാൻ എനിക്കൊരു ഫോൺ കോൾ മതി, അത് എന്നെ കൊണ്ട് ചെയ്യിക്കണ്ട എങ്കിൽ നീ ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണം. ഞാനാണ് ഇനി നിന്റെ വിധി തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി. നാളെ ആരും ഒന്നും അറിയാതെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ എത്തണം. അവിടെ വെച്ച് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുക തന്നെ ചെയ്യും. ഇത് കേൾക്കുന്ന ശ്രുതി, എൻ്റെ സമ്മതമില്ലാതെയാണ് നിങ്ങളിത് ചെയ്യുന്നത്, നിന്റെ സമ്മതമൊന്നും എനിക്ക് വേണ്ട എന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ, നിന്നെ പോലെ ഉള്ളവരെ നേരിടാനും ഉള്ള കഴിവൊക്കെ എനിക്കുണ്ട് എന്ന് വ്യക്തമാക്കുകയും, ഇനി നീ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം ശ്രുതിയെ ആകെ തകർത്ത് കളയുകയാണ്. അശ്വിൻ എന്താണ് ഇങ്ങനെ എന്ന ചോദ്യം ബാക്കിയാകുകയും ചെയ്യുന്നു. മാത്രവുമല്ല, അശ്വിൻ്റെ നീക്കങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ തിരിച്ചറിയുകയും ചെയ്യുന്ന ശ്രുതി അശ്വിൻ പറയുന്ന അവിടേക്ക് പോകുന്നതിന് തയ്യാറാവുകയും ഇതേ തുടർന്ന് അശ്വിൻ താലി കെട്ടുകയും ചെയ്തിരിക്കുകയാണ്. ശ്രുതിയെ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.